Hi, good afternoon, all of you. We already discussed about the evolution of microprocessors, and today we are going to discuss about the bit slice processors. What do you mean by bit slice processor? We know there are so many word lengths such as 8-bit, 16-bit, 32-bits, etc. So to increase this word length, we are using bit slice processors. It's a type of processor. Okay. For some applications, general purpose CPUs are not fast enough or do not have suitable instruction set. What it means? അതായത് ചില ആപ്ലിക്കേഷൻസിൽ നമുക്ക് ജനറൽ പർപ്പസ് സി പി യൂസ് ഒന്നും ചിലപ്പോൾ വലിയ ഫാസ്റ്റർ ഒന്നും ആയിരിക്കില്ല, അതുപോലെ തന്നെ ചില ഇൻസ്ട്രക്ഷൻ സെറ്റ്സ് ഒന്നും സ്യൂട്ടബിൾ ആയിരിക്കില്ല. സോ ആ ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് സെക്കൻഡ് പോയിന്റ് എന്താ പറയുന്നത്, ഫോർ ദീസ് ആപ്ലിക്കേഷൻസ് സെവറൽ മാനുഫാക്ചേഴ്സ് പ്രൊഡ്യൂസ് ഡിവൈസസ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു ബിൽഡ് എ കസ്റ്റം സി പി യു. അതായത് ഇങ്ങനെ നമുക്ക് ജനറൽ പർപ്പസ് സി പി യൂസ് മോർ കംഫർട്ടബിൾ അല്ലാത്ത സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് ചില മാനുഫാക്ചറിങ് കമ്പനീസൊക്കെ ചില ഡിവൈസസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ടു ബിൽഡ് എ കസ്റ്റം സി പി യു. അതായത് ആ ടാസ്ക് ചെയ്യാൻ വേണ്ടി മാത്രം അതിന് വേണ്ടിയിട്ട് മാത്രം ചില ഡിവൈസസ് പ്രോസസ്സേഴ്സ് ബിൽഡ് ചെയ്യുന്നുണ്ട്. സോ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത് Advanced Micro Devices 2900 family, which includes 4-bit ALUs, multiplexers, sequencers and other parts needed for the custom building a CPU. അതായത് ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത് 2900 ഫാമിലിയിൽ വരുന്ന മൈക്രോ ഡിവൈസസിൽ അല്ലെങ്കിൽ പ്രോസസ്സേഴ്സിൽ 4-bit ALUs ഉണ്ട്, അതുപോലെ തന്നെ മൾട്ടിപ്ലക്സേഴ്സ്, സീക്വൻസേഴ്സ്, ഓക്കെ, ഇതൊക്കെ ഉണ്ട്. അതിൻ്റെ അതർ പാർട്സ് നീഡഡ് ഫോർ കസ്റ്റം ബിൽഡിങ് എ സി പി യു. ആ കസ്റ്റം ബിൽഡിംഗ്, അതായത് ആ സി പി യു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് ആ പ്രത്യേക ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സി പി യു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഓരോ പാർട്ടുകളും അതിനാവശ്യമായിട്ട് വന്നിട്ടുണ്ട് ആ ഒരു ഫാമിലിയിൽ. സോ ദ ടേം സ്ലൈസ് കംസ് ഫ്രം ദ ഫാക്ട് ദാറ്റ് ദീസ് പാർട്സ് ക്യാൻ ബി കണക്റ്റഡ് ഇൻ പാരലൽ ടു വർക്ക് വിത്ത് 8-bit വേർഡ്, 16-bit വേർഡ് ഓർ 32-bit വേർഡ്സ്. അതായത് ഈ സ്ലൈസ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ്, സ്ലൈസ് മീൻസ് ഓരോ പാർട്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങൾ എന്നൊക്കെ പറയാം സ്ലൈസ്. സോ സ്ലൈസ് എന്ന് പറഞ്ഞ വേർഡിൻ്റെ ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ പാർട്ടുകളൊക്കെ, അതായത് ഞാൻ പറഞ്ഞില്ലേ 4-bit ALU, മൾട്ടിപ്ലക്സസ്, സീക്വൻസസ് ഇവയൊക്കെ ഉണ്ട്. ഇവയൊക്കെ നമുക്ക് പാരലലായിട്ട് കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, അതായത് ഇപ്പോൾ 8-bit വേർഡിനാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ 16-bit, അതായത് വേർഡ് ലെങ്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, നമുക്ക് പാരലലായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബിറ്റ് സ്ലൈസ് പ്രോസസ്സേഴ്സ്. അത് ഏത് ബിറ്റ് വേർഡ്സിന് വേണമെങ്കിലും ആപ്ലിക്കബിൾ ആണ്, അതാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ദെൻ ജനറൽ പർപ്പസ് സി പി യൂസ്. ജനറൽ പർപ്പസ് സി പി യു എന്ന് പറഞ്ഞാൽ ജനറൽ പർപ്പസ് സി പി യൂസ് ഗിവ്സ് എ മൈക്രോ കമ്പ്യൂട്ടർ മോസ്റ്റ് or all of the computing power of earlier mini computers. അതായത് ജനറൽ പർപ്പസ് സി പി യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു മൈക്രോ കമ്പ്യൂട്ടർ പോലെ തന്നെയാണ്, അല്ലേ? ആഫ്റ്റർ മൊട്ടറോള കെയിം ഔട്ട് വിത്ത് ദ MC6800, Intel produced the 8085. അതായത് മൊട്ടറോള ഈ MC6800 എന്ന് പറഞ്ഞിട്ടുള്ള മൈക്രോ പ്രോസസ്സർ ഇൻവെൻറ്റ് ചെയ്തതിന് ശേഷം ഇൻറ്റൽ പ്രൊഡ്യൂസ് ചെയ്ത ഒരു മൈക്രോ പ്രോസസ്സറാണ് 8085. ആൻ അപ്ഗ്രേഡ് ഓഫ് ദ 8080 ദാറ്റ് റിക്വയർഡ് ഓൺലി എ +5 വോൾട്ടേജ്. അതായത് 8085 ശേഷം പിന്നെ 8080 അവരെന്താ അപ്ഗ്രേഡ് ചെയ്തിട്ട് അതിലേക്കാക്കി. അതിന് എത്ര സപ്ലൈ വേണ്ടി വന്നിട്ടുള്ളൂ? +5 വോൾട്ടേ വേണ്ടി വന്നിട്ടുള്ളൂ. സോ മോട്ടോറോള ദെൻ പ്രൊഡ്യൂസ്ഡ് ദ MC6809, which has a few 16-bit instructions but it is also an 8-bit processor. അതായത് മൊട്ടോറോള എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി MC6809 എന്ന് പറഞ്ഞിട്ടുള്ള മൈക്രോ പ്രോസസ്സർ പ്രൊഡ്യൂസ് ചെയ്തു. 16-bit ഇൻസ്ട്രക്ഷൻസ് ആണ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നത്. ബട്ട് ഇറ്റ് ഓൾസോ 8-bit പ്രോസസ്സർ. അതുപോലെ തന്നെ ഒരു 8-bit പ്രോസസ്സറും കൂടിയാണ്. അതായത് 16-bit-ഉം 8-bit-ഉം നമുക്ക് ഇതിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഇൻ 1978 Intel introduced the 8086. അതായത് 1978 ഇൻറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻറ്റൽ കമ്പനി 8086 എന്ത് ചെയ്തു? ഇൻവെൻറ്റ് ചെയ്തു അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു.
വിച്ച് ഇസ് എ ഫുൾ 16-bit പ്രോസസ്സർ. അതായത് അതെന്താ ഫുള്ളായിട്ട് 16-bit പ്രോസസ്സറാണ്, 16 ബിറ്റ് പ്രോസസ്സറാണ്. ഓക്കെ, soon after this Motorola came out with the 16-bit MC6000, 68000. both work directly with the 16-bit words. അതായത് മൊട്ടറോള പിന്നെന്താ അതിന് ശേഷം 16-bit മൈക്രോ പ്രോസസ്സർ എന്ത് ചെയ്തു, ഇൻവെൻറ്റ് ചെയ്തു. അതാണ് MC68000. ഓക്കെ, ദെൻ അതിനെന്താ 16-bit വേർഡ്സിന് വർക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. 16-bit വേർഡ്സ് തന്നെയാണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. They can address a million or more bytes of memory instead of the 64K bytes addressable by the 8-bit processors. അതായത് ഇവയ്ക്ക് എന്താ, അതായത് മുന്നേ പറഞ്ഞ നമ്മളെ മൊട്ടോറോള കേമോ 16 ബിറ്റ്സ് പറഞ്ഞില്ലേ ഇവിടെ ലാസ്റ്റ് പോയിന്റ്. ഈ മൈക്രോ പ്രോസസ്സേഴ്സിന് എന്താ ഒരുപാട് കോടിക്കണക്കിന് മെമ്മറിയിലേക്ക് എന്താ ആക്സസ് ഉണ്ട്. ഓക്കെ, ഇൻസ്റ്റഡ് ഓഫ് ദി 64K ബൈറ്റ്സ്, അതായത് 64 കിലോ ബൈറ്റ്സ് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന 8-bit പ്രോസസ്സേഴ്സിന് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ ഇവയ്ക്ക് പറ്റുമെന്നാണ് പറയുന്നത്. ഒരുപാട് മില്യൺ ഓർ മോർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത്രയും മെമ്മറി അഡ്രസ്സിലേക്ക് അവർക്ക് എന്താ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. Then they execute instructions much faster than 8-bit processors. 8-bit processors instructions execute ചെയ്യുന്നതിനേക്കാളും ഫാസ്റ്റർ ആയിട്ട് ഇവർ എക്സിക്യൂട്ട് ചെയ്യും. അതുപോലെ തന്നെ they have single instructions for functions such as multiply and divide. അതായത് അവർക്ക് സിംഗിൾ ഇൻസ്ട്രക്ഷൻ സെറ്റാണ് ഉള്ളത്. അത് എന്തിനു വേണ്ടിയിട്ടൊക്കെ ഉള്ളത്, സച്ച് ആസ് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഡിവിഷൻ നടത്താൻ വേണ്ടിയിട്ടൊക്കെ സിംഗിൾ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണുള്ളത്. എക്സാമ്പിൾസ് ഓഫ് 32-bit പ്രോസസ്സേഴ്സ് ആർ, അതായത് 32-bit പ്രോസസ്സേഴ്സിന് എക്സാമ്പിളാണ് എന്ത്, ഇൻറ്റൽ 80386 ആൻഡ് മോട്ടോറോള MC680220 ആൻഡ് നാഷണൽ 32032. ഇതാണ് 32-bit പ്രോസസ്സേഴ്സിന് എക്സാമ്പിൾ. ഓക്കെ.